നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. അമ്മേ കനിവിൻ കേദാരമേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. അമ്മേ കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. അമ്മേ നീ എൻ അഭയമല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 11-ാമത്തെ ദിവസം. പരിശുദ്ധ അമ്മയെ നോക്കി അമ്മയിൽ നിന്ന് സുഹൃതങ്ങൾ കണ്ടു പഠിച്ച് നമ്മൾ ഈശോയിലേക്ക് നടന്നെടുക്കുന്ന ശുശ്രൂഷയാണ്. വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ. ഒരുക്കത്തോടെ താല്പര്യത്തോടെ നമുക്ക് തുടർന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ക്ലാസിക്കൽ ഒരു ഗോസ്പൽ പാസേജാണ്
യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ കല്യാണ വിരുന്ന്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചത്, കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. ഇന്നിപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ റോള് ധ്യാനിക്കുകയാണ്. അതിനകത്ത് നമ്മൾ സുവിശേഷം, ഞാൻ സാധാരണ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയും, സുവിശേഷം വായിക്കുമ്പോൾ അത് കേട്ടാൽ പോരാ, അത് കാണണം. അത് കാണണം. കേട്ടാൽ പോരാ, കാണണം. എന്താണത്? വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ മനസ്സിലൂടെ ഇതൊക്കെ ഇങ്ങനെ കണ്ടു പോകണം. നമ്മൾ കേവലം ചെവി കൊണ്ട് മാത്രം സുവിശേഷം കേട്ടാൽ പോരാ. ഉദാഹരണത്തിന്, കാനായിലെ കല്യാണ വിരുന്നുള്ള സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കല്യാണ വീട് വരണം. നമ്മുടെയൊക്കെ നാട്ടുംപുറത്തെ ഒരു കല്യാണ വീട്, പുതുമോടിയിൽ നല്ല പെയിൻ്റൊക്കെ അടിച്ച് പെയിൻറ്റ് മണമുള്ള വീട്. ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പം അകത്ത് കയറുമ്പോൾ ഈ പെയിൻറ്റ് മണം അടിക്കും. കാരണം അങ്ങോട്ട് കഴിഞ്ഞ തലേദിവസമായിരിക്കും പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടണം. മുമ്പിൽ പണ്ടത്തെ കല്യാണങ്ങളാകട്ടെ, ഇപ്പോഴത്തെ കേറ്ററിങ്, ഇപ്പോഴത്തെ ഹോളിൽ നടത്തുന്ന കല്യാണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. വീട്ടുമുറ്റത്തൊരു പന്തലൊക്കെ ഇട്ട്, ഒരു വശത്ത് കലവറയൊക്കെ ക്രമീകരിച്ച്, അവിടെ പാചകവും പരിപാടിയൊക്കെ ആയിട്ട് നല്ല തൊങ്ങലുകളുള്ള പന്തൽ, അവിടെ മേശ കസേരയൊക്കെ ക്രമീകരിച്ച്. അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിൽ കാണണം. നമ്മൾ കണ്ട് ശീലിച്ച ഇമേജസിനെ എടുത്ത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യണം. അപ്പം നമ്മൾ കാണും, കുറേ പേര്, ശിഷ്യന്മാരിൽ കുറച്ച് പേര് അവിടെ ഇരുന്ന് പന്തിയിലിരുന്ന് കഴിക്കുന്നു. ഈശോ കുറച്ച് പേരുടെ തെങ്ങിൻ ചോട്ടിലിരുന്ന് വർത്തമാനമൊക്കെ പറയുന്നു. വേറെ കുറേ പേര് കലവറയിൽ പണിയെടുക്കുന്നു. കുറച്ച് ചേച്ചിമാരൊക്കെ കൂടി, ചേടത്തിമാരൊക്കെ ഒരു മുറിയിൽ, ഒരു ബെഡ്റൂമിൽ കയറി കട്ടിലേലും കസേരയിലൊക്കെ ഇരുന്ന് കുറേ സൊറായൊക്കെ പറയുന്നു. ഇത്തരം വിഷ്വൽസ് നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം, പിന്നെ ഈ കാനായിലെ കല്യാണ വിരുന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. നമുക്ക് ധ്യാനങ്ങൾ ഒരുപാട് അതിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഇമേജ് മനസ്സിൽ കിടക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുടുംബനാഥൻ കിതച്ച് വീടിനകത്തോട്ട് കയറി വരുന്നു. ചേടത്തിമാരുടെ കൂടെ അനിയത്തിമാരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബനാഥയെ, പെണ്ണിൻ്റെ അമ്മയെ, പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ യഹൂദ രീതി അനുസരിച്ച് കല്യാണം. അപ്പോൾ പെണ്ണിൻ്റെ അമ്മയെ അവിടുന്ന് വിളിച്ചെടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ടിറങ്ങി ഇവരുടെ ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ട്, അതാകുമ്പോൾ ഒരു അല്പം ഒതുക്കം വേണം, ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ട് പറയുകയാണ്, ആശങ്കപ്പെട്ട് വെപ്രാളത്തോടെ കിതച്ചുകൊണ്ട് ഈ ദുരന്ത വാർത്ത അറിയിക്കുകയാണ്. എന്താണ് ദുരന്ത വാർത്ത? വീഞ്ഞ് തീർന്നു പോയടി. കാരണം അന്നത്തെ രീതിയിൽ വീഞ്ഞ് തീർന്നു പോയാൽ അത് ലക്ഷണക്കേടാണ്, കല്യാണം മുടങ്ങും, ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് വീഞ്ഞ് തീർന്നു പോയെന്നുള്ള സങ്കടം ഈ ഭാര്യയോട് ഇയാൾ പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതുവഴി ആ ഇടനാഴി കൂടെ ആകസ്മികമായിട്ട് പാസ് ചെയ്യുന്ന പരിശുദ്ധ അമ്മ, അവൾ ഇത് ഓവർ ഹിയർ ചെയ്യുന്നു. എന്ത്? വീഞ്ഞ് തീർന്നു പോയി എന്ന വാർത്ത. അതവൾ ഒളിച്ചെന്ന് കേട്ടതൊന്നുമല്ല, എങ്ങനെയോ അവളുടെ ചെവിയിലെത്തി വീഞ്ഞ് തീർന്നു പോയെന്ന്. ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞു. ഇനി എന്താണ്? നമ്മളെങ്ങാനും ആയിരിക്കണമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ നമ്മൾ ആ മറ്റേ മുറിയില്ലേ, എന്ത്, ചേടത്തിമാരും നാത്തൂമാരും ഒക്കെ ഇരിക്കുന്ന മുറി, അവിടെ ചെന്നിട്ട് ആദ്യത്തെ ആളുടെ ഒരു കാര്യം പറയാം, ആരോടും പറയരുത്, വീഞ്ഞ് തീർന്നു പോയി. എന്നിട്ട് 2 ചിരിയും കൂടെ. നമുക്കൊരു നിഗൂഢ സന്തോഷമാണ്. ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ, ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോയാൽ നമുക്കൊരു സുഖമാണത് പറഞ്ഞ് ആനന്ദിക്കുന്നത്. ഇതിൻ്റെ പേരാണ് പരദൂഷണത്തിൻ്റെ ആനന്ദം. അപ്പോൾ അത് അവിടെ ഒരു കൂട്ടച്ചിരിക്ക് കാരണമാകുന്നു. ആ മുറിയുന്നത് പുറത്തു പോകുന്നു, അടുത്ത ആൾക്കാർ അറിയുന്നു, വീഞ്ഞ് തീർന്നു പോയി, ചിരി, കളി. അടുത്തത്, ആ വീട് അപമാന ഭാരത്താൽ ആണ്ടുപോകും. പക്ഷെ മറിയം ചെയ്തത് എന്താ? മറിയം ചെയ്തത് ആ വീട്ടിൽ ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞു. ഇനി അവൾ ചിന്തിക്കുന്നത്, ഈ കുറവിന് പരിഹാരം കൊണ്ടുവരാൻ ആർക്കു പറ്റും? അതെൻ്റെ മകന് മാത്രമേ പറ്റൂ. ഞൊടിയിടയിൽ വീഞ്ഞ് കൊണ്ടുവരാൻ എൻ്റെ മകന് മാത്രമേ പറ്റൂ. ആർക്കും വീഞ്ഞുണ്ടാക്കാം, പക്ഷെ കാലം കുറേ എടുക്കും. വീഞ്ഞായി വരാൻ കാലം കുറേ എടുക്കും. ഞൊടിയിടയിൽ ഇന്ന് ആ കുടുംബത്തിന് അപമാനമുണ്ടാകാത്ത രീതിയിൽ ഈ നിമിഷം പന്തിയിൽ വീഞ്ഞ് വിളമ്പാൻ കെൽപ്പുള്ളത് എൻ്റെ മകന് മാത്രം. അതറിയാവുന്ന മറിയം ഇവരെ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്താ വെച്ചാൽ ഒതുക്കത്തിൽ പോയി ഈ അപ്പനോട് പറയുകയാണ്, വാ, ടെൻഷൻ അടിക്കാതെ, വാ, എൻ്റെ കൂടെ വാ. അമ്മയോട് പറഞ്ഞ് എൻ്റെ കൂടെ വാ. 2 പേരെയും കൈപിടിച്ച് മറിയം ഇങ്ങനെ നടത്തി. അവിടെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് ഈശോയോട് പറഞ്ഞോടാ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അവനെയും കൂടെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, ദേ അവർക്ക് വീഞ്ഞില്ല. ഇതിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതായത് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഇത്തരമൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ,
ഒക്കെ വീഞ്ഞ് തീർന്നു പോയ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അത്തരം കുറവുകളെ ആഘോഷമാക്കി മാറ്റരുത്. പ്ലീസ്, മറ്റൊരാളുടെ കുറവിനെ നമ്മൾ ആഘോഷമാക്കരുത്. ഇതാർക്കും എപ്പോൾ വേണമെങ്കിലും പറ്റാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ ഏതു നേരത്തും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് വേറെ ഒരാളുടെ കുറവിനെ, അയാളുടെ പരിമിതിയെ, അയാളുടെ കണ്ണീരിനെ നമ്മൾ ആഘോഷമാക്കരുത്. മറിച്ച് അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈശോയുടെ അടുത്ത് എന്ന് പറയണം, ദേ ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വീഞ്ഞില്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വീഞ്ഞില്ല. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ ശൈലി നമ്മൾ മറിയത്തിൽ നിന്ന്. അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 11-ാം നാൾ വരെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ, ഇനിയും 22 ദിവസം ബാക്കിയില്ലേ, ഈ ബാക്കി ദിവസങ്ങളിൽ നിങ്ങളുടെ കൈത്തണ്ടയിൽ ഉണ്ടാകണം ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാൻ. എന്നിട്ട് പറയണം, ഈശോയെ, ഈ കുഞ്ഞുങ്ങൾക്ക് വീഞ്ഞില്ല, പുതിയതായിട്ട് കെട്ടിച്ചു വിട്ടതാണ്, കല്യാണം കഴിഞ്ഞിട്ട് എന്നാ നാളായി, പക്ഷേ ഇപ്പോഴേ കല്ലുകടി തുടങ്ങി, തമ്മിലടി തുടങ്ങി, ചേരുന്നില്ലെന്നാണ് പറയുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്നു, നീ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇത്തരം ഒരു ഈശോയിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരണം. ഈശോയിലേക്ക് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരണം. അപ്പൊ ആരാണ് പ്രിയപ്പെട്ടവർ? ക്രിസ്ത്യാനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. ശാലോമിൽ ഈ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം സുവിശേഷം ഇന്ന് കുർബാന അർപ്പിച്ചപ്പോൾ സുവിശേഷ വായന അന്ത്രയോസ് ലീഹ ഗ്രീക്കുകാരെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നതായിരുന്നു. അപ്പം ആകസ്മികമായിട്ട് ഇങ്ങനൊരു ധ്യാനം കൂടെ രണ്ടും ചേർന്ന് പോകുന്നതാണ്. ഇത് തന്നെ അന്ത്രയോസ് ലീഹയും ചെയ്തിരുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു പ്രസംഗ മധ്യേ, കുർബാന മധ്യേ. ഈ അന്ത്രയോസ് ലീഹായ്ക്ക് ഇങ്ങനെ പ്രത്യേക നാക്കുണ്ട്, ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അന്ത്രയോസ് ലീഹ പത്രോസിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഗ്രീക്കുകാരെ, വിജാതിയരെ അന്ത്രയോസ് ലീഹ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം നമുക്കുള്ള നിയോഗമാണ് മറ്റുള്ളവരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. മറിയം അതാ ചെയ്യുന്നത് കാനായിലെ കല്യാണ വീട്ടിൽ. ഇനിയുമുണ്ട്. സിഹ്യോനൂട്ടുശാലയിൽ ഈശോ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി അനാഥത്വം ഫീൽ ചെയ്യുന്ന ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ 11 മറിയം ഈശോയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നമുക്കിന്നുള്ള ചിന്ത ഇതാണ്, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അതിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. അത് 2 രീതിയിൽ വേണം കേട്ടോ, 2 രീതിയിൽ വേണം. രണ്ടുമാകുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ. ഒന്ന്, മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിൽ ഭർത്താവ്, ഭാര്യ. ഭർത്താവിന് പള്ളിയും പ്രാർത്ഥനയും വലിയ താല്പര്യമില്ല. ഭർത്താവ് പറയുന്നത്, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് മതി, പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. ഭർത്താവിന് ചിലവൊന്നുമില്ല, പ്രാർത്ഥിച്ചു. അപ്പം എന്ത് ചെയ്യണം? ഭാര്യ ആദ്യം ഈ ഭർത്താവിനെ പ്രാർത്ഥനയിൽ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരണം. രണ്ടാമത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതെങ്ങനെ? ഒരു ദിവസം ഭാര്യ ആഗ്രഹിക്കണം, നടപ്പിലാക്കണം. ഭർത്താവിനെ കൈപിടിച്ച് ദേവാലയ നട കയറ്റിക്കണം. പ്രാർത്ഥനയിൽ മാത്രം മധ്യസ്ഥ പ്രാർത്ഥന തീർന്നു പോകരുത്. പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ അവരെ ഓർക്കണം, ഒരു ദിവസം അവരെ കൈപിടിച്ച് ഈശോയിലേക്ക് എത്തിക്കണം. പ്രിയമുള്ളവരെ, ഇതിനകത്തൊരു അപകടം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത്തരം രീതി ദയവ് ചെയ്ത് മറ്റുള്ളവരെ ഈശോയിലേക്കാണ് എത്തിക്കേണ്ടത്. മറ്റുള്ളവരെ ഈശോയിലേക്കാണ് എത്തിക്കേണ്ടത്, ദിവ്യന്മാരുടെ അടുത്തേക്കല്ല. നിങ്ങളുടെ അടുത്ത് ഒരാളൊരു സങ്കടം പറയുകയാണ്, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ല. നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ദേ അവിടെ ഒരു ദിവ്യനുണ്ട്, അവിടെ പോയാൽ പരിഹാരം കിട്ടും. നോ, അങ്ങനെ ചെയ്യരുത്. ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കുക, ഈശോയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ദിവ്യന്മാരുടെ അടുത്തുള്ള ഓട്ടപ്രദക്ഷിണമായിട്ട് ജീവിതം മാറിപ്പോകും. ആദ്യം ഒരു ദിവ്യന്റെ അടുത്ത് പോയി, അവിടെ പോയപ്പോൾ കുറച്ച് കിട്ടി, രണ്ടാമത്തെ പ്രശ്നം ഒന്നും അവിടുന്ന് കിട്ടിയില്ല, അപ്പൊ അടുത്ത ദിവ്യന്റെ അടുത്ത് പോവാണ്. തോറ്റുപോകുന്ന ഈശോയാണ്. ദിവ്യന്മാരെ തേടി അലയരുത്, കർത്താവിങ്കിലേക്ക് നോക്കണം, കർത്താവിങ്കിലേക്ക് തിരിയണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക്, വിശുദ്ധ മദ്ബഹായിലേക്ക്, കുർബാനയിലേക്ക്, വചനത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്നത്തെ ഹോംവർക്ക് ആരെങ്കിലും കാണത്തില്ലേ? നമുക്കറിയാം, വീഞ്ഞ് തീർന്നു പോയവർ, ജീവിതത്തിൻ്റെ സന്തോഷം തീർന്നു പോയവർ, സങ്കടങ്ങളിലായിരിക്കുന്നവർ,
അവരെ ഇന്ന് പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഇന്ന് മറ്റുള്ളവരെ പ്രതി, ഇന്ന് നിന്റെ ഒരു നിയോഗം വെക്കരുത്. ഇന്ന് മറ്റുള്ളവരെ പ്രതി ഈ ആരാധനയിൽ പങ്കെടുക്കുക. മറ്റുള്ളവരെ പ്രതി ഒരു അധിക ജപമാല, ഓൾറെഡി നമ്മളൊരു അധിക ജപമാല ചെല്ലുന്നുണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ എല്ലാ ദിവസവും. അതുകൂടാതെ ഒരു അധിക ജപമാല കൂടി മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കണം. നമുക്കറിയാം, വീഞ്ഞ് തീർന്നു പോയ കുടുംബങ്ങളെ, വ്യക്തികളെ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു അധിക ജപമാല ചൊല്ലി ഇന്ന് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: മറ്റുള്ളവരെ പ്രതി ഒരധിക ജപമാല ചൊല്ലുക. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഈശോയെ, സർവശക്തനേ, നിനക്ക് ആരാധന. നിത്യനായ ദൈവമേ, നിനക്ക് ആരാധന. കർത്താവേ, തിരുഹൃദയ പ്രതിഷ്ഠയുടെ ഈ 11-ാം നാൾ തിരുസന്നിധിയിൽ ഞങ്ങൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ചെയ്ത കാര്യം. അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവിങ്കലേക്ക്, ഈശോയെ നിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവർക്കു വേണ്ടി പരിശുദ്ധ അമ്മ നിന്നോട് അപേക്ഷിച്ചു. അവർക്ക് വീഞ്ഞില്ല. കർത്താവേ, ഞങ്ങൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെയൊക്കെ ചുറ്റുമുണ്ട്. അവരെ കർത്താവിങ്കലേക്ക് കൊണ്ടുവരണം. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ അവരെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പരിചയപ്പെടുന്നവരെ, ഇടപെടുന്നവരെ ഒക്കെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ തക്കവിധം നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടാകട്ടെ. കർത്താവേ, ആരറിഞ്ഞു ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നവർ സഭയിലെ നാളത്തെ വിശുദ്ധരാണെന്ന്? അന്ത്രയോസ് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസ് സഭയുടെ തലവനായതുപോലെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നവർ അവരിലൂടെ നാളെ എന്തുമാത്രം നന്മകൾ സംഭവിക്കാനുള്ളതാണ്. കർത്താവേ, ഞങ്ങൾ നീ ഉപകരണമാക്കണമേ. ഒരുപാട് പേരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ദൈവജനമേ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനുണ്ട്. പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചതുപോലെ
നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒട്ടനേകം പേരെ നിന്നിലേക്ക് ആകർഷിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ കുടുംബം മുഴുവൻ നിന്റെ ചാരത്തേക്ക് ഒന്ന് അണയണമല്ലോ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നവർ എൻ്റെ ജീവിത പങ്കാളി. കർത്താവേ, എനിക്കൊരിക്കലും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനാവില്ലെന്ന് തിരിച്ചറിവിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്വർഗയാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയട്ടെ. ദൈവജനമേ, നമ്മുടെ ജീവിത പങ്കാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവർ ഈശോയിൽ നിന്ന്, ഈശോയുടെ സഭയിൽ നിന്ന് അകലം പാലിക്കുന്നവരാണെങ്കിൽ ഈ നേരത്ത് പ്രത്യേകമായി അവരുടെ ആത്മാക്കളെ, അവരുടെ ആത്മാവിൻ്റെ അവസ്ഥയെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രത്യേകമാം വിധം കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. ഈശോയെ, അവരെ നിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുക. അവർക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. കണ്ണീര് തോരാത്ത പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ ഉയരട്ടെ. ഈശോ, ഞങ്ങൾക്കൊരു ശാഠ്യമുണ്ടാകട്ടെ. ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഒരാത്മാവ് പോലും നശിച്ചു പോകാതിരിക്കണമെന്ന സ്നേഹശാഠ്യം ഞങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലൊരാള് നിന്നിൽ നിന്ന് അകലം പാലിക്കാൻ പാടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെഹമ്യായുടെ പ്രാർത്ഥന, ഓർസ്ലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? ഈശോയെ, സന്തോഷം വറ്റിപ്പോയ, നിന്നെ അറിയാത്ത ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെ കാണുമ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് കണ്ണീരോടെ അല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞങ്ങൾക്ക് എങ്ങനെ സുഖമായി ഉറങ്ങാൻ പറ്റും? നെഹമ്യാ പറഞ്ഞതുപോലെ, ജെറുസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ സുഖമായി ഉറങ്ങും രാജാവേ എന്ന് വിജാതീയ രാജാവിനോട് ചോദിച്ച നെഹമ്യാ, അതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഓർസ്ലേമിന്റെ മതിലുകൾ പാപത്തിന്റെ പ്രകമ്പനത്തിൽ, ഈ കാലത്ത് പാപക്കാറ്റ് വീശിയടിക്കുന്ന കെട്ടകാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും പാവവഴികളിൽ തളർന്നു വീഴുമ്പോൾ, സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിന്റെ പെരുവഴിയിൽ മയങ്ങി വീഴുന്ന കാലത്ത് കണ്ണീരൊഴുക്കാതെ ഞങ്ങൾ എങ്ങനെ ഉറങ്ങും? ഈശോയെ, ഒരൊറ്റ പ്രാർത്ഥന തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആത്മാക്കളെ തരിക. ഇതാണ് ദൈവസന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന. ആത്മാക്കളെ തരിക, എൻ്റെ സർവ്വവും എടുത്തുകൊള്ളുക. ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന്, അവര് നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നതിന്, ഇനിയും സഹനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം കർത്താവേ. ഇനിയും ഞാൻ കണ്ണീരൊഴുക്കണമെങ്കിൽ ഒഴുക്കാം കർത്താവേ. എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ വേണ്ടെന്ന് വെക്കാം കർത്താവേ. ഒരൊറ്റ കാര്യം, ആത്മാക്കളുടെ വീണ്ടെടുപ്പ്, ആത്മാക്കളുടെ വീണ്ടെടുപ്പ്. ഒട്ടനവധി പേര് നിന്നിലേക്ക് ആകർഷിക്കപ്പെടണം. ഈശോയെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവര് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ സങ്കടങ്ങളെ കണ്ണീരാക്കി പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ അറിയാതെ പോകുന്നതിൻ്റെ സങ്കടങ്ങളെ കണ്ണീരാക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി സഹനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. മുസ്ലിമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ
സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. 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 ലോകം മുഴുവനേക്കാൾ വിലയേറും ഒരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. 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 ഈശോ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രത്യേകമായി ചേർത്തു നിർത്തേണ്ട എല്ലാ വ്യക്തികളുടെയും മുഖങ്ങളെ ഓർത്തെടുത്ത് അവരെയൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് അവരെ ഇങ്ങനെ നമ്മോട് ചേർത്ത് ഈശോയെ നോക്കി നമുക്ക് പറയാം, ഈശോയെ അവർക്ക് വീഞ്ഞില്ല. ചില കുടുംബങ്ങൾ, ചില ജീവിതങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ, വീഞ്ഞ് തീർന്നു പോയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, അവരെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിർത്തിയിട്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം നടത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കൾക്ക് വീഞ്ഞില്ല, അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വീണ്ടെടുപ്പ് ആവശ്യമായ എല്ലാവരെയും മനസ്സിൽ കണ്ട് അവരെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക ഈശോയെ. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക.
കാത്തുകൊള്ളുക. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ.